ഹലോ ഗൈസ്, ടോണി അച്ചായനെ വിമർശിച്ചുകൊണ്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കണ്ട് ഗൈസ്. ടോണി അച്ചായനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ടോണി അച്ചായൻ അത്യാവശ്യം കാശൊക്കെയുള്ള ജ്വല്ലറി പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലേ. അപ്പോൾ ആള് ചാരിറ്റി വർക്കുകൾ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പർ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പര് കുറച്ച് ഡ്രമാറ്റിക്കായിട്ടാണ് കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുക. അതായത് ഇതാ ഈ പൈസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ ജപ്തി ചെയ്യുന്നു വരുന്ന ബാങ്കിൻ്റെ അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നല്ല റീച്ച്, അത്യാവശ്യം നല്ല റീച്ചാണ് അത്. മൂപ്പര് കുറച്ച് അവാർഡുകൾ അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മൂപ്പര് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ഇപ്പോൾ ആളുകൾക്ക് സഹായിക്കാനും ഒക്കെ ഉണ്ട്. അതായത് അസുഖങ്ങളുള്ള ആളുകൾ, ജപ്തി ഭീഷണി നേരിടുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അച്ഛനമ്മയെ നോക്കാനില്ലാത്ത ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക്, ആരും നോക്കാനില്ലാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, മൂപ്പരെ ആളുകൾ ഇനി എയറിലാക്കും. മൂപ്പര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കാശൊക്കെ പലപ്പോഴും കാശായിട്ടാണ് കയ്യിൽ കൊടുക്കുന്നത്, ചെക്കായിട്ടൊന്നുമല്ല. അപ്പോൾ ഇത് എവിടെ കാണിക്കും? എന്താ മൂപ്പര് ഉദ്ദേശിക്കുന്നത്? കള്ളപ്പണം ആണ് എന്നാണോ സീക്രട്ട് ഏജൻറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മൂപ്പര് പറയുന്നത്. സീക്രട്ട് ഏജൻറ്റ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. മൂപ്പര് ഒരു വണ്ടി, സീക്രട്ട് ഏജൻറ്റിൻ്റെ അല്ല കേട്ടോ, ഇവിടെ ടോണി ചായൻ്റെ ഒരു വണ്ടി, മൂപ്പര് പറയുന്നത് ഇത് നാട്ടുകാരുടെ വണ്ടിയാണ്, ഞാൻ വണ്ടി ലോക്ക് ചെയ്യലൊന്നുമില്ല. അതായത് ആർക്ക് വേണമെങ്കിൽ ആ വണ്ടി എടുത്തിട്ട് പോകുക എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ ആ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്തു അത്രേ. അതായത് ഒരു കല്യാണത്തിന് പോകാനാണ് അച്ചായ, ആ വണ്ടി ഒന്ന് തരുമോ എന്നൊക്കെ. മൂപ്പരൊന്ന് ട്രോൾ ചെയ്താണ്, ഒന്ന് കുത്തിയതാണ്. അപ്പം ഞാൻ ഇവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ, സീക്രട്ട് ഏജൻറ്റ് ടോണി ചായനെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോണി ചായന് ഒരു പബ്ലിസിറ്റി ആവും, മൂപ്പരുടെ ഒരു ബിസിനസ് ഇതിന് നല്ലൊരു ഒരു പുഷ് കിട്ടുന്നൊരു പരിപാടിയാണ് അങ്ങനെ ചാരിറ്റി വർക്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇങ്ങനെ കുറേ ആളുകൾക്ക് ഗുണമുണ്ട്. സീക്രട്ട് ഏജൻറ്റിനെ കൊണ്ട് എന്ത് ഗുണമാണ് പൊതുസമൂഹത്തിനുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് സീക്രട്ട് ഏജൻറ്റ് മൂപ്പര അഭിപ്രായം പറയുന്നു, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ടോണി അച്ചായൻ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യം പോലെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാനുള്ള ഒരു ബലം സീക്രട്ട് ഏജൻറ്റിനുണ്ട്. അല്ലെങ്കിൽ അത് മൂപ്പർക്ക് ചെയ്യാൻ പറ്റുമോ? ചാറ് എന്നല്ല, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ചുമ്മാ അതിനെക്കുറിച്ച് വിമർശിക്കുക, അതിൽ കുറ്റം കണ്ടുപിടിക്കുക, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇനിയിപ്പോൾ മൂപ്പരത് വേറെ എന്ത് ഉദ്ദേശം വെച്ചിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണമൊക്കെ, ഇതൊക്കെ കുറേ ആൾക്കാർ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. പിന്നെ 10 ഫ്ലക്സ് വെച്ചിട്ടും അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടും ഒക്കെ പുഷ് ചെയ്യേണ്ട ഒരു ബിസിനസ്സിന് മൂപ്പര് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തനെയും കൈ പിടിക്കുക, ഒരുത്തനെയും കൊണ്ട് ഇങ്ങനെ പോയാൽ മതി. അത് എഡിറ്റ് ചെയ്യാനും ഒരുത്തനുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ മൂപ്പർക്ക് ഒരുപാട് വൈഡർ ഓഡിയൻസിലേക്ക് മൂപ്പരുടെ ഒരു ബ്രാൻഡിനെ എത്തിക്കാൻ സാധിക്കും. മൂപ്പര് തന്നെ സ്വയം ബ്രാൻഡാവുന്നു, അല്ലെങ്കിൽ മൂപ്പരുടെ ബ്രാൻഡ് ബിസിനസ് പരിപാടികളൊക്കെ എത്തിക്കാൻ സാധിക്കും. നല്ല കാര്യമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ പലരും പറയുന്നുണ്ട് ഇതെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, സോഷ്യൽ മീഡിയയിൽ ഇടണോ വേണ്ടതെന്ന്. ഇപ്പോൾ എത്രയോ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ പോയിട്ട് ഈ 20 രൂപയുടെ 100 രൂപയുടെയൊക്കെ നോട്ടുകൾ കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം 2 രൂപ 10 രൂപ അതൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സേഫ്റ്റി പിന്നുകൊണ്ട് ഒരു വീടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പബ്ലിക്കായിട്ടും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കണ്ടൻറ്റാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വലത് കൈ അറിയുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെയുള്ള ഫിലോസഫിയിലൊന്നും കാര്യമില്ല. ഇതുകൊണ്ടുള്ള പോസിറ്റീവായ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരിക്കും. രണ്ട് തരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പോസിറ്റീവായുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എനിക്കൊരാളെ സഹായിക്കണം തോന്നിയ സംഭവമായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടും. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചെയ്യുന്ന ആൾക്ക് അവരൊരു ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ അവർക്കൊരു ഇഷ്ടം, വ്ളോഗിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ചിലവർക്ക് ചാരിറ്റി ആവും ഇഷ്ടം, ചിലവർ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിട്ടാവും ചാരിറ്റി ചെയ്യുന്നുണ്ടാവുക, പല ആളുകൾ ഡയറക്റ്റായിട്ട് ചെയ്തിട്ടാവും. അങ്ങനെ ഡയറക്റ്റായി ചെയ്യുന്ന ഒരാളാണ് ടോണി അച്ചായൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ പറ്റുമ്പോൾ എപ്പോഴും ബിസിനസ് ഇതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിൽ മൂപ്പരുടെ ഒരു കാര്യങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതൊരു വലിയ കാര്യമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സാധനം, ഈ കുറ്റം പറയാൻ എളുപ്പമാണ്. ഒരാൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കുറ്റം പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് അങ്ങനെയാണ് എന്നൊക്കെ. അവിടെ ഈ പറയുന്നവന്മാരെന്തെങ്കിലും ചെയ്യുമോ വെച്ചാൽ അതൊക്കെ ചെയ്യട്ടില്ലേ ഇനി. അപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മടിയാണ് നമുക്ക് പലപ്പോഴും. അവരെങ്ങനെയെങ്കിലും എയറിലാക്കുക, അവരെ കൊണ്ട് ആ പരിപാടികളൊക്കെ നിർത്തിപ്പിക്കുക, അതൊക്കെ ഈ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ്. ഒരാളെന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിട്ട്, അയ്യോ ഞങ്ങളുടെ സ്ഥലത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ ഞങ്ങളുടെ കഴിവുകേടാണ് അത് കാണിക്കുന്നത്, ഇന്ന് അയാളെ ചെയ്യാൻ സമ്മതിക്കൂല, എന്നാൽ സ്വയം ചെയ്യും, ആരുടെ ചെയ്യട്ടില്ല ഇനി.
അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ടോണിയച്ചായന് അത് ആൾക്കാർ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മൂപ്പരത് ചെയ്യുന്നതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്താൻ മൂപ്പർക്ക് സ്വാധീനിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മൂപ്പരും കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നുള്ളൊരവസ്ഥയിൽ മൂപ്പരെ ബ്രാൻഡിനെ പുഷ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാനിതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കരുതുന്നത്. ഇതെന്താ അറിയുമോ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശരിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. സീക്രട്ട് ഏജൻറ്റിനെ അണ്ണന് അവിടെ പോയി നിന്നിട്ട് ചെങ്ങായിക്ക് കാറിൽ നിന്നിട്ട് ജപ ജപ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒരവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അത് ഭയങ്കര വിഷയമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ടോണിയച്ചായൻ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടോണിയച്ചായൻ മാത്രമല്ല, കുറേ കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ല കാര്യം. ഇങ്ങനെ എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സൈലത്തിൽ മറ്റും അനന്തു ഇതേപോലെ ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ഒരു സംഭവം കൊണ്ട് സേഫ്റ്റി പിന്ന് കൊണ്ട് ഒരു വീട് ഒരാൾക്ക് വെച്ച് കൊടുത്ത ഒരു വ്ളോഗറിനെ കുറിച്ചിട്ട്, അതൊരു സേഫ്റ്റി പിന്ന് കൊടുത്തിട്ട് നമ്മുടെ ബാർട്ടർ സിസ്റ്റം അല്ലേ, അതേപോലെ അത് വേറൊരു സാധനമാക്കി മാറ്റും, അങ്ങനെ അതായത് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ ചക്ക കൊടുത്തിട്ട് വേറെ എന്താ കോഴീനെ വാങ്ങി എന്നൊക്കെ വേണ്ടുള്ള ഒരു സംഭവമല്ലേ, അതുപോലുള്ള സംഭവം. അപ്പം അങ്ങനെ അവസാനം ഒരു വീടായിട്ട് മാറും, എന്നിട്ട് വീട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാണ്. ഇതാണ് ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അനന്തു അതിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അനന്തു ഇതേപോലെ സൈലത്തുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലർക്കും വീട് വെച്ച് കൊടുക്കുന്നത്, പഠിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, സൈലം ഓപ്പറ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരട്ടെ. ഇങ്ങനെയുള്ള സംരംഭകർ, ബിസിനസ്മാൻ, അതേപോലെ ആർട്ടിസ്റ്റുകൾ, വ്ളോഗേഴ്സ് ഒക്കെ മുന്നോട്ട് വരട്ടെ. നമുക്ക് ഈ സമൂഹം കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ട് മാറ്റാൻ സാധിക്കും ഗൈസ്.